അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കല്യാണ വീട്ടിലെല്ലാം കിട്ടുന്ന ടൈപ്പിലുള്ള ഒരു ചിക്കൻ ബിരിയാണി, എന്താ പറയുക, ചിക്കൻ ഫ്രൈ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ചിക്കൻ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 6 ഉള്ളി എടുത്തിട്ടുണ്ട്, 4 തക്കാളി, 12 പച്ചമുളക്, 2 ബൾബ് വെളുത്തുള്ളി, 6 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി. എനിക്കിപ്പോൾ ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ 2 ചിക്കൻ്റെ ബ്രസ്റ്റ് പീസെല്ലാം മാറ്റിയെടുത്തതാണ്. അതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. 1 ലെമൺ ജ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടില്ലേ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ വെക്കുക. 1 മണിക്കൂറെല്ലാം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, മസാലയും കാര്യങ്ങളെല്ലാം ചിക്കനിൽ നല്ലോണം പിടിച്ച് വരും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഫ്രൈക്കെല്ലാം. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ഗീയും കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ഫ്രൈ ആക്കി എടുക്കലാണ്. ഞാനിപ്പോൾ 6 ഉള്ളി എടുത്തിട്ടില്ലേ, ആ മുഴുവൻ ഉള്ളിയും ഞാൻ ഫ്രൈ ആക്കി എടുക്കലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ഉള്ളി വഴറ്റിയെടുക്കുക, 3 ഉള്ളി ഫ്രൈ ആക്കി എടുക്കുക. രണ്ടായാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നൽ പകുതി ഉള്ളി വഴറ്റലും പകുതി ഉള്ളി ഫ്രൈ ആക്കലുമാണ്. ഞാനിപ്പോൾ മൊത്തത്തിൽ ഉള്ളി ഫ്രൈ ആക്കി എടുക്കലാണ്. ഇനിയിപ്പോൾ ഉള്ളി ഫ്രൈ ആക്കാൻ വെച്ച ആ ഒരു ടൈമിലില്ലേ ഞാൻ റൈസ് കഴുകിയെടുക്കലാണ്. ഞാനിപ്പം 6 കപ്പ് 1.5 കിലോ അരി എടുത്തിട്ടുണ്ട്. ഇതില്ലേ കൈമ റൈസാണ് കേട്ടോ. അപ്പം ഇത് നല്ലോണം കഴുകിയിട്ട് വെള്ളമെല്ലാം നല്ലോണം ഊറ്റാൻ വേണ്ടിക്ക് വെച്ച് കൊടുക്കുക. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നല്ലോണം കഴുകിയിട്ട് വെള്ളം ഊറ്റാൻ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഉള്ളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു കളറാകുമ്പം തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക കേട്ടോ. നല്ലോണം കളറ് ചേഞ്ച് ആകാൻ നിൽക്കണ്ട. കാര്യം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒന്നുകൂടി കളറ് ചേഞ്ച് ആവും. അപ്പോൾ ജസ്റ്റ് ഗോൾഡൻ ബ്രൗൺ കളറ് നല്ലോണം ആവണ്ട, ജസ്റ്റ് ഒരു കളറ് മാറി തുടങ്ങുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു എണ്ണയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഏതായാലും കുഴപ്പമില്ല. അത് 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ഗീയും കൂടിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ടാണ് നമ്മൾ ഉള്ളി ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഉള്ളിൻ്റെ പീസ് പോലും എണ്ണയിലില്ലാത്ത രീതിയിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഉള്ളിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ എണ്ണയിൽ നിന്ന് മൊത്തത്തിൽ കോരി മാറ്റുന്നുണ്ട്. നമ്മൾ എണ്ണയിൽ നിന്ന് ഉള്ളി കോരി മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഉള്ളിയും കൂടി ഞാൻ ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് മടിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഉള്ളി ഫ്രൈ ആക്കി എടുക്കണ്ട. പകുതി ഉള്ളി ഫ്രൈ ആയി നമ്മൾ 6 ഉള്ളി എന്താ പറയുക 6 ഉള്ളിയല്ല എടുത്തത്, 3 ഉള്ളി ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. ബാക്കി 3 ഉള്ളി നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ വഴറ്റിയെടുത്താലും മതി കേട്ടോ. രണ്ടും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ബാക്കി ഉള്ളിയും കൂടി ഞാൻ ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് കുറച്ച് ഉള്ളി ഫ്രൈ ആക്കിയ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഓയിലും 1.5 ടേബിൾ സ്പൂൺ ഗീയും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറാമ്പ്, പട്ട, ഏലക്ക, ചെറിയ ജീരകം, ഫെനൽ സീഡ്, ക്യൂമിൻ സീഡ്, എല്ലാ ഐറ്റംസും ഈ പ്ലേറ്റിൽ കാണുന്ന എല്ലാ ഐറ്റംസും ഞാൻ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഒരു 8 10 എടുക്കുക, പക്ഷേ കറാമ്പൂല്ലേ ഒരു 4 കൂടുതൽ എടുക്കാൻ പാടില്ല കേട്ടോ. പട്ട 2 ചെറിയ പീസ്, ബേ ലീഫ്, പിന്നെ 1 ടീസ്പൂണിലും കുറവ് ക്യൂമിൻ സീഡും 1 ടീസ്പൂണിലും കുറവ് ഫെനൽ സീഡും, ചെറിയ ജീരകവും വലിയ ജീരകവും. ഇനിയിപ്പോൾ ഇതിലേക്ക് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്. എന്നിട്ട് മാത്രം ഇതിലേക്ക് കുറച്ച് പീസ് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇടേണ്ട ആവശ്യമൊന്നുമില്ല, കാര്യം നമ്മൾ ഉള്ളി ഫ്രൈ ആക്കുന്ന ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഉള്ളി ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 അല്ല 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ടോട്ടലിലെ 2 ബൾബ് വെളുത്തുള്ളിയും 6 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. റൈസ് ഉണ്ടാക്കുമ്പില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും റൈസിന് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പം 6 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 9 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ മാത്രമാണ് കഴുകിയിട്ട് ഊറ്റി വെച്ച റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ.
അപ്പം കറക്റ്റ് അളവാണ് കേട്ടോ വെള്ളത്തിൻ്റെ എല്ലാം. ഇനിയിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടില്ലേ ഇത് നല്ലോണം തിളച്ചിട്ട് വെള്ളം വറ്റുന്ന ടൈം, ഒരു ബബിൾസ് എല്ലാം വരും. ആ ഒരു ടൈം നമുക്കില്ലേ ഇതിലേക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ ചെറുനാരങ്ങ ഇതുപോലെ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കലാണ്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴേ നമ്മുടെ റൈസ് നല്ല സോഫ്റ്റും ആവും, അതുപോലെ നല്ല വെള്ള നിറം ഉണ്ടാവും കേട്ടോ. റൈസ് നല്ല തൂവെള്ള നിറയിലുണ്ടാവണമെന്നുണ്ടെങ്കിൽ വിനെഗറോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുനാരങ്ങ നീരോ പിഴിഞ്ഞ് കൊടുക്കുക. ഇങ്ങനെ ബബിൾസ് വരുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കുക്കാക്കി എടുക്കുക. ഇടയിൽ മിക്സാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ബബിൾസ് വരുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ റൈസ് കുക്കാവും. ഇടയിൽ മിക്സാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ബബിൾസ് വരുന്ന ടൈമിൽ ഞാൻ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കലാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടെല്ലാം കുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഇതുപോലെ ബബിൾസ് വരുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് മുഴുവനായിട്ട്. ഇതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും വറുത്തെടുക്കുക. ആദ്യം കാഷ്യൂനട്ട് വറുത്തെടുക്കുക, എന്നിട്ടാണ് കിസ്മിസ് ഇട്ട് കൊടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ മുന്തിരി കരിഞ്ഞു പോകും കേട്ടോ. ഞാനിപ്പോൾ മൊത്തത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതേ ഓയിലിൽ തന്നെ നമ്മൾ ചിക്കന് ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുക്കലാണ്. ചിക്കനിൽ നമുക്ക് മൊത്തത്തിൽ കുക്കായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 80% കുക്കായിട്ട് വന്നാൽ മതി. ബാക്കി മസാലയിൽ നിന്ന് കുക്കാവും കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ആക്കുക. പിന്നെന്താ, നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോസിന് ഇതുവരെ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഇതുപോലെ ഒരുപാട് ബിരിയാണി റെസിപ്പീസും മന്തി റെസിപ്പീസും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പാർട്ടി വ്ളോഗും കാര്യങ്ങളും പാർട്ടി ഫുഡും പുഡിങ്ങും ഐറ്റംസും എല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഇർഫാന ഷംഷീർ നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണോ വേണ്ടത് ആ ഒരു റെസിപ്പി ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഞാനില്ലേ ചിക്കനെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. 2 ഭാഗവും ഒരുപോലെ ഒന്ന് എന്താ പറയുക കളറെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. ഉൾഭാഗം കുക്കാണോന്നും നിർബന്ധമില്ല കേട്ടോ. അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കന് ഫ്രൈ ആക്കി എടുത്ത ഓയിലിൽ നിന്ന് ഞാൻ പകുതി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ 6 ഉള്ളിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി മൊത്തത്തിൽ ഫ്രൈ ആക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ 3 ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം ബാക്കിയുള്ള 3 ഉള്ളി ഇട്ട് കൊടുക്കുക, 3 ഉള്ളി ഫ്രൈ ആക്കി എടുക്കുക. ഞാനിപ്പോൾ മൊത്തം ഉള്ളി ഫ്രൈ ആക്കിയോണ്ട് ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിനി എന്താ പറയുക 2 ബൾബ് വെളുത്തുള്ളിയും 6 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും 12 പച്ചമുളകുമാണ് നമ്മൾ ചതച്ചെടുത്തത്. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിക്ക് ആദ്യം 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് റോസ് സ്മെല്ല് മാറുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ, ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും. എന്നിട്ട് ഇതിലേക്കില്ലേ 4 വലിയ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളി ഫ്രൈ ആക്കാണ്ട് പകുതി ഉള്ളി മാത്രം നിങ്ങൾ ഫ്രൈ ആക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എന്നിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഞാൻ 2 ടൈപ്പിലും ബിരിയാണി ഉണ്ടാക്കലുണ്ട്. പക്ഷേ 2ഉം അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നൽ എപ്പോഴും പകുതി ഉള്ളി ഫ്രൈ ആക്കിയിട്ടും പകുതി ഉള്ളി വഴറ്റിയിട്ടുമാണ് കേട്ടോ. ഇനിയിപ്പോൾ തക്കാളി കുക്കായിട്ട് വന്നാൽ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂണിൽ കുറവ് എന്താ പറയുക ഫെനൽ സീഡില്ലേ വലിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. തക്കാളിയും ഉള്ളിയും നിങ്ങൾ ഉള്ളി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി ഉള്ളിയെല്ലാം നല്ലോണം പേസ്റ്റ് ആകുന്ന വരെ ഹൈ ഫ്ലെയിമിൽ കുക്കാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഉള്ളിയില്ലേ അത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ദം ചെയ്യാൻ വേണ്ടിക്ക് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില പുതിനയിലേൻ്റെ തണ്ട് പെട്ടുവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനും ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. ഒരു ചെറുനാരങ്ങൻ്റെ പിഴിഞ്ഞ് കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഫ്രൈ ആക്കി ഉണ്ടാക്കുന്ന ബിരിയാണിക്കെല്ലാം നല്ല പുളിയും എന്താ പറയുക മസാലയ്ക്ക് നല്ല പുളിയും എരിവും എല്ലാം വേണം. അതുകൊണ്ടാണ് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കാൻ പറയുന്നത്. ഇനിയിപ്പം നല്ലോണം തിളച്ച വെള്ളവും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കുക. കാര്യം ചിക്കനിൽ നിന്നൊന്നും വെള്ളം ഇറങ്ങൂല. അപ്പം നമുക്ക് മസാലയ്ക്ക് വെള്ളം വേണം. അതുകൊണ്ട് തന്നെ 1 കപ്പ് തിളച്ച വെള്ളവും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്.
എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ കുരുമുളക് ക്രഷ് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ആവശ്യമൊന്നുമില്ല അങ്ങനെ. എന്നിട്ട് അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്താ പറയുക അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൈസ് കുക്കാവും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ അളവിൽ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ചേർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൈസിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കോഴിക്കോട് ചിക്കൻ ദം ബിരിയാണി ചെയ്തിട്ടില്ലേ, അതിലെല്ലാം റൈസ് ഇതുപോലെയല്ലേ ചെയ്യുക. അപ്പോൾ ഒരുപാട് ടൈപ്പിൽ ഒരുപാട് നാട്ടിൻ്റെ ബിരിയാണി റെസിപ്പീസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തോ. അപ്പോൾ ഞാൻ റൈസ് പകുതി മാറ്റി കൊടുക്കലാണ്. സാധാരണ ദം ചെയ്യുമ്പം അടിയിൽ മസാല ഇട്ട് കൊടുക്കും, പിന്നെ റൈസ് ഇട്ട് കൊടുക്കും, അങ്ങനെയല്ലേ. ഞാനിപ്പം പകുതി എടുത്തിട്ട് പകുതി റൈസ് എടുത്ത് മാറ്റി വെക്കലാണ്. അപ്പോഴേക്കും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ലോണം വറ്റി എണ്ണയെല്ലാം മുകളിലായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു ടൈമിൽ ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ മിക്സാക്കി എടുക്കലാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉള്ളിയെല്ലാം ഫ്രൈ ആക്കിയിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മടിയെല്ലുള്ളവരാണെങ്കിൽ പകുതി ഉള്ളിയാലും മതി കേട്ടോ. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരുന്നൊന്നുമില്ല അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ പകുതി റൈസിലേക്ക് ഞാൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുക്കലാണ്. നമ്മളിൽ ചിക്കൻ ബിരിയാണിയെല്ലാം ഉണ്ടാക്കുമ്പം ഒരു മീഡിയം സൈസിലുള്ള ചിക്കൻ വേണം കേട്ടോ. വലിയ ചിക്കനെല്ലാം ആകുമ്പം ടേസ്റ്റ് കുറയും. ഒരു 1 കിലോ 1.5 കിലോൻ്റെ ചിക്കൻ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക്. ഇപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് മല്ലിയിലും പുതിനയിലും കുറച്ചിനായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഗീയും കൂടി ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഗീ വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ. ഗീ അധികം ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് റൈസും കൂടി ദം ചെയ്യാനല്ലേ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, റൈസും കൂടി ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ റൈസ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടും കേട്ടോ. നമ്മൾ ചെറുനാരങ്ങെല്ലാം പിഴിഞ്ഞുകൊണ്ടാണ് നല്ല വെള്ള കളറുള്ള റൈസ് നമുക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ കുറച്ച് ഗീയും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയില, നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ഉള്ളി, കാഷ്യൂനട്ട്, പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഒരു 10 മിനിറ്റ് 10 15 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കുക. ഇതിന് മുകളിൽ നിങ്ങൾക്ക് വാഴയില വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ വാഴയില വെച്ച് കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു വാഴയിലേൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ ബിരിയാണിയിലേ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ദം ചെയ്യുന്നതിന് പകരം നമുക്ക് വാഴയിലയിൽ കിഴിയാറ്റി ചെയ്തെടുത്താലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഞാൻ ഒരു 15-20 മിനിറ്റോളം ദം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യലാണ്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. കാര്യം ഫ്രൈ ചെയ്ത ചിക്കൻ ബിരിയാണി അല്ലേ, നമ്മളെ കല്യാണ വീട്ടിലെല്ലാം കിട്ടുന്ന ആ ഒരു ടൈപ്പ് ഫ്രൈ ചെയ്ത ചിക്കൻ ബിരിയാണിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം. ഇതാ ഞാൻ സെർവ് ചെയ്യലാണ്. പിന്നെ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ ഒരിക്കലും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ചിക്കൻ ഫ്രൈൻ്റെ കളറേ ചേഞ്ച് ആവും കേട്ടോ. ഇങ്ങനെ നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ നല്ല കാശ്മീരി ചില്ലി പൗഡറോ അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി, നമ്മൾ സെപ്പറേറ്റ് മുളക് പൊടിക്കൂലേ, ആ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ ഞാൻ മൊത്തത്തിൽ പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ചിക്കനെല്ലാം നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. അതുപോലെ റൈസെല്ലാം നല്ല മസാല എല്ലാം പിടിച്ച്, നമ്മൾ കല്യാണ വീട്ടിൽ എങ്ങനെയാണോ റൈസ് ഉണ്ടാകുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസും കാര്യങ്ങളെല്ലാം തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളി ഫ്രൈ ആക്കുമ്പം ഒരിക്കലും കരിഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ളി മൊത്തത്തിൽ ഫ്രൈ ആക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരു പകുതി ഉള്ളി ഫ്രൈ ആക്കുക, പകുതി ഉള്ളി മസാലയിൽ ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മൊത്തത്തിൽ സെർവ് ചെയ്യലാണ്. അവസാനമായിട്ട് ഞാൻ മുകളിലായിട്ട് കുറച്ച് ചിക്കൻ പീസസും മല്ലിയിലയും ഫ്രൈ ആക്കി വെച്ച ഉള്ളിയും കൂടി, നമ്മളിപ്പോൾ പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്തതിനാൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാ ഇന്നത്തെ ചിക്കൻ ഫ്രൈ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലേ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ആക്കുക. നാളെ വെള്ളിയാഴ്ച ഫ്രൈഡേ അല്ലേ, എന്തായാലും ഇത് കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്കെല്ലാം വെക്കേഷനിലെല്ലാം ടൈമല്ലേ, പുറത്തൊന്നും ഫുഡൊന്നും വാങ്ങിക്കൊടുക്കാണ്ട് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.